രാജ്യത്തെ ഉൽപാദന മേഖലയെ ആകെ ആശങ്കയിലാക്കി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള US-ന്റെ ഇരട്ടി തീരുവ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. മുഴുവൻ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 50% താരിഫ് ബാധകമാണ്. ടെക്സ്റ്റൈൽസ്, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് കനത്ത തിരിച്ചടിയാണ് തീരുവയിലെ വർധനവ്. തീരുവ വർധന വിപണിയെ ബാധിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. അതിനിടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ US പ്രസിഡന്റ് ട്രംപ് 4 തവണ ഫോണിൽ വിളിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൾ എടുത്തില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇരട്ടി തീരുവ കൊണ്ടുണ്ടാകുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണെന്നാണ്? പ്രത്യേകിച്ച് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ 50% തീരുവ എന്ന കണ്ടുപിടുത്തം അമേരിക്ക തുടരുന്നു. ഇടയ്ക്ക് ട്രംപ് മോദിയെ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാനോ ചർച്ച നടത്താനോ ഒന്നും തയ്യാറായില്ല. ഇനിയിപ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ള പോംവഴി എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നതാണ്. എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ഈ പ്രതിസന്ധി മറികടക്കാൻ? വിനീത, തീർച്ചയായും വലിയ ആശങ്കയിൽ തന്നെയാണ് ഇന്ത്യൻ വിപണിയുള്ളത്. കേന്ദ്ര സർക്കാർ ഈ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്, അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ നിലയിൽ 50% താരിഫ് ഉയർത്തിയതോടെ അത് ഇന്ത്യൻ വിപണിയിൽ കയറ്റുമതി രംഗത്ത് ഏതാണ്ട് പകുതിയോളം, ഏതാണ്ട് 40-45% വലിയ ആഘാതമുണ്ടാക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ തുണിത്തരങ്ങളുടെ കയറ്റുമതിയിൽ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം $10 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയത്. അതുപോലെ തന്നെ ആഭരണ രംഗത്ത്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ രംഗത്ത്, സമുദ്രോൽപ്പന്നങ്ങളുടെ രംഗത്ത് ഒക്കെ തന്നെ $10-20 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തി വരുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ പകുതിയോളം കയറ്റുമതിയിൽ ഇടിവ് വരും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് ഈ ഇന്ത്യൻ വിപണിയാകെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വ്യാവസായിക രംഗത്തൊക്കെ തന്നെ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. അതെങ്ങനെ പരിഹരിക്കാം എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിനായി 40 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ ആലോചിക്കുന്നത്. അത്തരം രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ഉദ്യോഗസ്ഥ സംഘത്തെ ഉടൻ തന്നെ അയക്കും. അവിടെ വ്യാപാര മേളകൾ സംഘടിപ്പിക്കും. അവിടുത്തെ കയറ്റുമതി ഇരട്ടിയായി വർദ്ധിപ്പിക്കുക. അങ്ങനെ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കുമ്പോഴുണ്ടാകുന്ന നഷ്ടം നികത്താൻ മറ്റ് രാജ്യങ്ങളെ സമീപിക്കുക. അങ്ങനെ 40 രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് ഉടൻ തന്നെ യാത്രകൾ പോകും. അങ്ങനെ ഈ ഒരു നഷ്ടം പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതിലും ഇന്ത്യൻ വിപണിയെ ഈ ഒരു താരിഫ് വർധന, പ്രതികാര താരിഫ് വർധന ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ 4 ടെലിഫോൺ കോളുകൾ പ്രധാനമന്ത്രി അതിന് മറുപടി നൽകാൻ തയ്യാറായില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ജർമ്മൻ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും താരിഫ് വിഷയത്തിൽ വലിയ തർക്കം ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഒരു പ്രതികാര തീരുവ എന്ന നിലയിൽ തന്നെയാണ് ഇന്ത്യക്ക് മേൽ ഇപ്പോൾ 50% താരിഫ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. യുക്രൈനുമായി റഷ്യ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കാണ് ഇങ്ങനെ അധിക താരിഫ് ചുമത്തിയത്. അതിപ്പോൾ ഇന്നു മുതൽ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് അമേരിക്ക തീരുമാനിക്കുമ്പോൾ അമേരിക്കയുടെ ഈ പിടിവാശിക്ക് മുമ്പിൽ നിന്നുകൊടുക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യക്കുമുള്ളത്.